Hi friends, I'm Adira Ratindran from Bliss Institute Sharjah. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് MOHന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RN നഴ്സസും PN നഴ്സസും മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസന്റ്ലി അപ്ഡേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നത്. അതിനു മുന്നേ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളുടെ ബ്രാഞ്ചസ് കോട്ടയത്തുണ്ട്, തിരുവല്ലയിലുണ്ട്, അതുപോലെ കമ്മിങ് ആയിട്ട് നമ്മുടെ ന്യൂ ബ്രാഞ്ച് വിത്തിൻ ഡേയ്സ് ചേർത്തലയിൽ വരുവാണ്. അപ്പം അതിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മുടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരാനുള്ളവർക്ക് അവിടെയും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഹെൽപ്പുകളും അതുപോലെ എക്സാമിനെ കുറിച്ചാണെങ്കിലും അസിസ്റ്റൻസും എല്ലാ കാര്യങ്ങൾക്കും പ്ലേസ്മെന്റിനും എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രീക്വൻ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, പ്രോപ്പർ റെസ്പോൺസസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള MOH ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം ലാസ്റ്റ് ഡേ, അതായത് യെസ്റ്റർഡേ, അതിന് മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ കാൻഡിഡേറ്റ്സ് എക്സാം എഴുതി. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ റിവ്യൂവിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് 90+ ഒരു 92-93 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുള്ള സെറ്റിൽ നിന്ന് എക്സാക്ട്ലി അതുപോലെ വന്നു. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതുപോലെ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തത്. ബട്ട് അവർക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു 6-7 ക്വസ്റ്റ്യൻസ് പുതിയതായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തു. അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what we discussed, the theory part, exactly it is there. ക്വസ്റ്റ്യൻസും സെയിം ആണ്, പക്ഷേ ചെറിയൊരു ചേഞ്ച്, അതായത് ഒരു മോഡിഫിക്കേഷനോടുകൂടി വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ഈസിലി അവർക്ക് ആൻസർ ചെയ്യാൻ അതിന് പറ്റി. ഡിപ്പെൻഡ് ഓൺ ദി ക്ലാസ്സസ്, ഹൗ വി ആർ ടേക്കൺ, ഓർ എങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അതുവഴി അവർക്കത് പോസിബിൾ ആയിട്ട് വന്നു. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, RN നഴ്സസിന്റെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു സൈക്യാട്രിക് patient who took antipsychotic drug because symptoms showing patient need more attention. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു സൈക്യാട്രിക് പേഷ്യന്റ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എടുത്തതിന് ശേഷം ഫോളോയിങ് സൈൻസ് കാണിച്ചു. സോ അതിൽ ഏത് സൈൻ കാണുമ്പോഴാണ് നഴ്സ് ഫ്രീക്വന്റ്ലി അവരെ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. സോ ആസ് യൂഷ്വൽ വി നോ ദാറ്റ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഹാവ് സം സ്പെസിഫിക് സൈഡ് എഫക്ട്സ്. സോ ആ സൈഡ് എഫക്റ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവർ ഇത് തരുന്നത്. ഇപ്പം ദേ ഹാവ് ഗിവൺ സലൈവേഷൻ. സോ ഡോപ്പമിൻ ഡെഫിഷ്യൻസി വരുമ്പോഴുള്ള ഒരു സലൈവേഷൻ, റൂളിംഗ് ഓഫ് സലൈവ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും. സോ ഈ ആന്റിസൈക്കോട്ടിക്കിന്റെ സൈഡ് എഫക്ട്സും എക്സാക്ട്ലി ഏത് ഡ്രഗ് ആണെന്നുള്ളതും എല്ലാം അവർ ചോദിക്കും. യൂഷ്വലി ഡയറക്റ്റ് ആയിട്ട് ആന്റിസൈക്കോട്ടിക്കിന്റെ സൈഡ് എഫക്ട്സ് അവർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആന്റിസൈക്കോട്ടിക്സിന്റെ സിംറ്റംസ്, അതായത് സൈഡ് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ സ്യൂഡോ പാർക്കിൻസോണിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ആന്റിസൈക്കോട്ടിക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ആന്റിസൈക്കോട്ടിക്സിന്റെ ഡോസസും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു അഡൽട്ടിൽ അവർ കൊടുക്കുന്നത്, അതിലെന്തൊക്കെ നഴ്സസിന്റെ പ്രിയോറിറ്റി ഉണ്ടെന്ന് റീസെന്റ് ആയിട്ട് MOH ചോദിക്കുന്നുണ്ട്. അപ്പം ആന്റിസൈക്കോട്ടിക് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നഴ്സിംഗ് പ്രിയോറിറ്റി, ഡ്രഗ്സ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലും മാറ്റിയും മറിച്ചും അവർ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് RNന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു ഡിഫറെന്റ് വേയിൽ അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇന്ന് പറഞ്ഞു തരാം. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേന് യൂറിക് ആസിഡ് റിലേറ്റഡ് ആണ്. അപ്പം ഗൗട്ട് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് യൂറിക് ആസിഡ് ലെവൽസ് പേഷ്യൻസിന് ഇൻക്രീസ് ആണ്. അപ്പം എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത്? യൂഷ്വലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അവര് ഫുഡ് ഐറ്റംസ് ജനറലൈസ് ചെയ്തിട്ടില്ല, സ്പെസിഫിക്കലി ഫുഡിന്റെ നെയിമാണ് ചോദിക്കുന്നത്. സ്പിനാച്ച്, ടൊമാറ്റോ, റെഡ് മീറ്റ്, മിൽക്ക് പ്രോഡക്ട്സ്, ഡ്രൈ നട്ട്സ് എക്സെട്ര ആണ് അവർ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. അപ്പം ഗൗട്ട്, ആന്റി ഗൗട്ട് അല്ലെങ്കിൽ പ്യുറൈൻ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസിൽ വരുമ്പോഴത്തേന് എക്സാക്ട്ലി സിമിലർ ആയിട്ട് വരുന്നുണ്ട്, എന്നാലും ഇച്ചിരി കൂടുതൽ കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് റെഡ് മീറ്റ് ആണ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും RN നഴ്സസ് ഫോക്കസ് ചെയ്തിരിക്കണം. അപ്പം ജനറൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് PN നഴ്സസിന്റെ, അതായത് പ്രാക്ടിക്കൽ നഴ്സസ് ടു കംപ്ലീറ്റ് GNR. RN എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഗ്രാജുവേറ്റഡ് നഴ്സസ് ആണ്, BSc നഴ്സസ് ആൻഡ് പോസ്റ്റ് BSc ആണ് RN നമ്മൾ ഇവിടെ വിളിക്കുന്നത്. അതുപോലെ PN നഴ്സസ് വരുമ്പോഴത്തേന്
ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവരാണ്. അവരുടെ യൂഷ്വൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഭാഗമാണ് കൊളോസ്റ്റമി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനകത്തൊരു ക്വസ്റ്റ്യന് റാഡിക്കൽ സിസ്റ്റെക്ടമി, ഇലിയോസ്റ്റമി, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് പേഷ്യന്റ് സിനാരിയോയിൽ തന്നിരിക്കുന്നത്. അതിൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്ന ഫോളോയിങ് ഡിസ്ക്രിപ്ഷനിൽ ഏതാണ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിലൊന്ന് ദർ ഈസ് മ്യൂക്കസ് ഡ്രെയിനേജ് ഔട്ട് ഓഫ് ദി സ്റ്റോമ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ സസ്പീഷ്യസ് ഫീക്കൽ മാറ്റർ ഉണ്ട്. മൂന്നാമത്തെ സ്റ്റോമ സീംസ് ടു ബി റെഡ്. നാലാമത്തത് ദർ ഈസ് എഡിമ ഓഫ് ദി സ്റ്റോമ. യൂഷ്വലി സിസ്റ്റെക്ടമി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇലിയോസ്റ്റമി കഴിയുമ്പോഴത്തേക്കും കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് മ്യൂക്കസ് ഡ്രെയിനേജ് നോർമലി ഉള്ളതാണ്. സസ്പീഷ്യസ് ഫീക്കൽ മാറ്റേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോമ റെഡ് ആയിരിക്കും, അത് നോർമലായിട്ട് വരും. പിന്നെ എഡിമ മാത്രമാണ് യൂഷ്വലി ഒരു ഫൗണ്ടിന്. സോ ഓൾ ദീസ് തിങ്സ് വിൽ ബി എ ഫൈൻഡിങ്. ബട്ട് ജസ്റ്റ് ആഫ്റ്റർ ദിസ് സിസ്റ്റെക്ടമി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ഈ ഫീക്കൽ മാറ്ററാണ് ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി. അപ്പോൾ അതിനെ നമുക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് വരാം. ഇൻ കേസ് എന്തെങ്കിലും ടൈം പീരീഡോ അങ്ങനെ തന്നോ അല്ലെങ്കിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ അതായിട്ട് വരും. ഒരെണ്ണം കൂടി പറയാം. ഒരു ക്യാൻസറിന്റെ ഡെഫിനിഷൻ. സോ യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെയാണ് കോമൺ ആയിട്ട് ടോപ്പിക്സ് വരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാവും. ജനറൽ സയൻസ് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ക്യാൻസറിന്റെ ഡെഫിനിഷനൊക്കെ അവർ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിനകത്തൊരു വേർഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഗ്രോത്ത് ഓഫ് സെൽസ് ആണ്, അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സെൽസ് എന്ന് മേ ബി അവർ കോട്ടായിട്ട് തരും. അതല്ലെങ്കിൽ മെറ്റാസ്റ്റാസൈസ്. സോ ഈ രണ്ട് വേർഡ്സിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അത് നിങ്ങൾ ചൂസ് ചെയ്യാം. സോ ഇപ്പം ഒരു ഓവർവ്യൂ മാത്രമാണ് ഞാൻ തന്നിരിക്കുന്നത്. റീസെന്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. എപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ആണെങ്കിലും ക്ലാരിഫൈ ചെയ്യും, ക്ലാസ്സസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസിലി കോണ്ടാക്ട് ചെയ്യുക. ബ്ലെസ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ എല്ലാ നമ്പേഴ്സിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോട്ടയവും അതുപോലെ തിരുവല്ലയും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ താങ്ക് യു.